ഇന്ന് രക്ഷാ ദൗത്യത്തിന്റെ തെരച്ചിലിന്റെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്, യന്ത്രസാമഗ്രികൾ എന്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അവിടെ സാങ്കേതിക സംവിധാനങ്ങൾ നൂതനമായവ എന്തൊക്കെയാണ് ഇന്ന് ഉപയോഗിക്കുക? മോത്തി ചൂരൽമലയിലും ഇന്ന് സജീവമായി തന്നെ തെരച്ചിൽ നടക്കുന്നുണ്ട്. പ്രധാനമായും സന്നദ്ധ പ്രവർത്തകരാണ് ചൂരൽമലയിലെ തെരച്ചിലിലുള്ളത്. അതോടൊപ്പം സൈനികരും ഫയർഫോഴ്സും ഒക്കെ ഉണ്ട്. യന്ത്രസാമഗ്രികൾ നേരത്തെ തന്നെ ഇവിടെ എല്ലാ സ്ഥലത്തും എത്തിച്ചിട്ടുണ്ട്. ഹിറ്റാച്ചിയും അതുപോലെ JCBയും ഒക്കെ ഉപയോഗിച്ച് ആവശ്യമുള്ള മറ്റ് മരം കട്ട് ചെയ്ത് മാറ്റാനുള്ള യന്ത്രങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ച് തന്നെയാണ് തെരച്ചിൽ നടത്തുന്നത്. പല മേഖലകളിൽ നിന്നുമുള്ള സന്നദ്ധ പ്രവർത്തകർ തയ്യാറായി എത്തിക്കഴിഞ്ഞു. നിരവധി ആളുകളാണ് രാവിലെ തന്നെ തെരച്ചിൽ ദൗത്യത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അക്കരയ്ക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നവരുടെയൊക്കെ കൃത്യമായ കണക്കുകളും പേരുവിവരങ്ങളും ഒക്കെ ശേഖരിച്ച ശേഷമാണ് സൈന്യം ബെയിലി പാലത്തിലൂടെ കടത്തിവിടുന്നത്. രക്ഷാപ്രവർത്തകരാണ് പാലത്തിന് അക്കരെയൊക്കെ നിൽക്കുന്നത്. അവരൊക്കെ സന്നദ്ധ പ്രവർത്തകരാണ്. ഇന്നലെ അത്തരം സന്നദ്ധ പ്രവർത്തകരാണ് ഈ പുഴയോരത്ത് നിന്നും ഒക്കെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. അതുപോലെ വില്ലേജ് ഓഫീസ് പരിസരത്തേക്കും സന്നദ്ധ പ്രവർത്തകർ നീങ്ങിക്കഴിഞ്ഞു. ഇന്ന് മോത്തി ഓറഞ്ച് അലേർട്ടാണ് വയനാട്ടിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷെ നിലവിൽ നല്ല കാലാവസ്ഥയാണ്. രാവിലെ മഴ പെയ്തിട്ടേയില്ല. അത് വൈകുന്നേരം വരെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് രക്ഷാപ്രവർത്തനത്തിന് വലിയ സഹായമാകും. സാധാരണഗതിയിൽ കർക്കിടക വാവ് സമയമൊക്കെ ശക്തമായ മഴ പെയ്യുന്നതാണ്. ഇന്ന് പക്ഷേ അലർട്ട് ഉണ്ടെങ്കിലും നിലവിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. അത് ആശ്വാസകരമാണ്. ഇന്നലെയൊക്കെ വൈകിട്ടാകുമ്പോഴേക്ക് മഴയായിരുന്നു. അത് രക്ഷാപ്രവർത്തനത്തിന് ഒരുപാട് വിഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പ്രത്യേകിച്ച് ഈ മണ്ണിലും ചെളിയിലും തെരയുമ്പോൾ, തെരച്ചിൽ നടത്തുമ്പോൾ മഴ പെയ്താലുണ്ടാകുന്ന ഒരു അവസ്ഥ അറിയാലോ. അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ 2 ദിവസവും. ഇന്ന് പക്ഷേ രാവിലെ എന്തായാലും സുഗമമായ രീതിയിൽ തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എല്ലാ പോയിന്റിലും ആളുകൾ എത്തിക്കഴിഞ്ഞു. മോത്തി.